തെറ്റാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ 2 ദിവസമായിട്ട് കാണുന്നതാണ്. അതിന്റെ അടുത്ത എക്സ്ട്രീം ഓഫ് ലെവലിലേക്ക് വീണ്ടും കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് ആര്യൻ അനുവിനെ കയറി അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ്. ഒരു പെണ്ണിന്റെ കൺസേൺ ഇല്ലാതെ ആ പെണ്ണിനെ കയറി പിടിക്കാൻ ആർക്കും ഒരു തരത്തിലുള്ള അവകാശവും ഇല്ല. അതിനെ ശക്തമായി നമ്മളാരും പേടിക്കണ്ട. അതിനെ ശക്തമായിട്ട് അനു തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട്. ആര്യന് 2 കാലും പിടിച്ച് വലിച്ച് കീറി തറയിലെടുത്ത് ഒരൊറ്റ അടി അടിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഡീൽ ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്താണ് ഇന്ന് മൊത്തത്തിൽ നടന്നത്? അതോടൊപ്പം തന്നെ ഷാനവാസിന്റെ അപ്ഡേറ്റ്, സ്റ്റിൽ ഷാനവാസ് ഹോസ്പിറ്റലൈസ്ഡ് തന്നെയാണ്. ഒരു അപ്ഡേറ്റ്സും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ബിഗ് ബോസ് രാവിലെ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, പിന്നീട് പറയാം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. സോ ഇപ്പോഴും നമ്മുടെ ഷാനവാസ് ഒബ്സർവേഷനിൽ തന്നെയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. രാവിലെ മുതൽ അടി നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് തൈരിന്റെ പേരിലാണ്. തൈര് രാവിലെ ആര്യനും അക്ബറും കൂടി തമ്മിൽ ഫ്രിഡ്ജ് നോക്കുമ്പോഴത്തേക്ക് തൈരിന്റെ ബോട്ടിലിന്റെ പകുതി കാണാനില്ല. സ്വാഭാവികമായിട്ടും അനുവും നൂറയും അല്ലെങ്കിൽ ആദിലെ എടുത്തിട്ടുണ്ടാവും എന്നും പറഞ്ഞ് രാവിലെ മുതൽ ജഗ് പോകാന്ന് പറഞ്ഞ് ഭയങ്കര ഭൂകമ്പം ഉണ്ടാക്കി ഇവർ രണ്ടുപേരും. സംഭവം ആക്ച്വലി ഇത് എടുത്തേക്കുന്നത് നെവിനാണ് എടുത്തത്. സംഭവം ഇവന്മാർക്ക് അറിയത്തില്ല. ഇവന്മാർക്ക് അറിയായിരുന്നെങ്കിൽ ഈ പരിപാടി ഒപ്പിക്കത്തില്ലായിരുന്നു. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. നൂറ വന്നു ചോദിക്കുന്നു, നൂറ നീ എടുത്തോ? അപ്പൊ അനു ആയിരിക്കും എടുത്തത്. അനു ടോയ്ലറ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ അനുവിന്റെ അടുത്ത് നൂറ പോയി ചോദിക്കുന്നു. നൂറ പറയുന്നു അവന്മാരായിരിക്കും എടുത്തേക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഏകദേശം എല്ലാവരുടെയും ചോദിക്കുമ്പോൾ ഇവന്മാർക്ക് മനസ്സിലാവുന്നു ഇത് നെവിനാണ് എടുത്തതെന്ന് മനസ്സിലാവുന്നു. അപ്പൊ നെവിൻ അതിന്റെ ഇടയിൽ തളിക്കറി കൊണ്ടുവരുന്നുണ്ട്. നെവിൻ പറയുന്നു ഇനിയിപ്പോ എന്താ എടുത്താലും എന്തോ ഇവര് നാണം ഇല്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഭക്ഷണം ഇങ്ങനെ എടുത്ത് കട്ട് തിന്ന് ഇങ്ങനെ ജീവിക്കും. ഒരു ലേശം ഉളുപ്പില്ല എന്നുള്ളതാണ്. നൂറ അത് പ്രശ്നമാക്കുന്നു. നൂറ പോയി ബാക്കിയുള്ള തൈര് എടുക്കാൻ ശ്രമിക്കുന്നു. അതാണ് നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടത്. തൈര് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവന്മാർ വന്ന് പിടിക്കുക. ഇവന്മാർ സമ്മതിക്കത്തില്ല. ബാക്കിയുള്ള തൈര് എനിക്ക് വേണം, കാരണം എന്റെ പോർഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് നൂറ പോയി എടുക്കാൻ നോക്കുന്നത്. അപ്പൊ ഇവന്മാര് തട്ടിപ്പറിക്കാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഷെൽഫ് എല്ലാം കംപ്ലീറ്റ് പൊളിഞ്ഞു വീഴുന്നു. അവിടെ ഇരിക്കുന്ന കുപ്പിയെല്ലാം തറ വീണ് പൊട്ടുന്നുണ്ട്. അങ്ങനെ ആകെ പുക ജഗപക. ഇതിനിടയിലാണ് അനു വന്ന് നൂറെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. നൂറ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അക്ബറിനെയും ആര്യനെയും നെവിനെയും വലിച്ചു കീറെന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ നൂറ നല്ല ഫയർ മോഡിലാണ് നിൽക്കുന്നത്. ഇന്നും അതേ മോഡിൽ തന്നെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇതിനിടയിലാണ് അനു വന്ന് പിന്നെ ഇതിനകത്ത് ഒരു പാക്കറ്റ് തൈരും കൂടി ഇരിപ്പുണ്ടായിരുന്നു. ഈ തൈരാണ് നൂറ എടുക്കുന്നത്. നൂറ വന്ന് അനു അതെടുത്ത് അനുവിന്റെ പോക്കറ്റിൽ ഇടുന്നത്. ഈ പോക്കറ്റ് കയറി ഈ നമ്മുടെ ആര്യൻ എടുക്കാൻ നോക്കുവാണ്. ഈ പോക്കറ്റ് കയറിയിട്ടാണോ അങ്ങനെയാണ് കയറി പിടിക്കാനായിട്ട് നോക്കുന്നത്. അനു നല്ല രീതിയിൽ വെച്ച് കാച്ചി കൊടുത്തിട്ടെന്ന് വെച്ചാൽ നല്ല കാച്ചിൽ കാച്ചിട്ടുണ്ട്. അതോടനെ ആദിലെ ഇടപെടുന്നു. ആദിൽ പറയുന്നത് നിനക്ക് ഒരു അവകാശവും ഇല്ല, ഒരു പെണ്ണിന്റെ ഇതില്ലാതെ നിനക്ക് അവരുടെ ദേഹത്തോ ഇതുപോലെ തുടങ്ങാനുള്ള ഒരു ഇതും ഇല്ലാന്ന് പറഞ്ഞിട്ട് ആദിലെ നല്ല ഫയർ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നടക്കുമ്പോഴത്തേക്ക് അക്ബർ അവിടെ കിടന്ന് ചൊറിയോന്ന് അറിയാലോ. അക്ബർ അതിന്റെ ഇടയിൽ കൂടെ അനുവിന്റെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്. അതായത് അക്ബറിന്റെ അടുക്ക അനു പറയും നീ പോയി കുളിച്ചുവിടാണ്, രാവിലെ ഇങ്ങനെ നിൽക്കാതെ പോയി കടിച്ചു നനച്ച് കുളിക്കണം വൃത്തിയില്ലാത്തവരെന്ന് കണ്ട പറഞ്ഞ്. അപ്പോഴത്തേക്കാണ് നിന്റെ പക്ഷെ അത് അക്ബർ വളരെ ബുദ്ധിപൂർവ്വമാണ് നിൽക്കുന്നുണ്ട്. ഈ വഴക്കിനിടയിലായതുകൊണ്ട് സൗണ്ട് വെക്കാണ്ട് ലിപ്സിങ്ക് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അത് അനുവിന് മനസ്സിലാവുന്നു. അനു നേരെ തിരിച്ച് അവന്റെ വാപ്പയ്ക്ക് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനീഷ് ഇടപെടുന്നത് ഇപ്പൊ നീ ചെയ്തത് വളരെ തെറ്റാണ്, ഒരു കാരണവശാലും. കാരണം ഓൾറെഡി ലാലേട്ടൻ വാൺ ചെയ്തിട്ടുള്ള എല്ലാവരെയും. മറ്റേ അക്ബറിന് അതൊന്നും ഒരു ബാധകം അല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പൊ അത് അതിലിടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് നിന്നെ വന്ന് ബാക്കിയുള്ളവർ വന്ന് വെള്ളം പൂശി കൊടുക്കും, അത് നമുക്ക് അറിയാന്ന് പറയുന്നുണ്ട്. അത് നമ്മളൊന്ന് ആലോചിച്ചൊക്കെ ഈ വെളിയിൽ നടക്കുന്ന സംഭവം അവർക്ക് തന്നെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഉളുപ്പുണ്ടോ ബിഗ് ബോസ് എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. നാണോ ഇല്ല ബിഗ് ബോസ്? അവർക്ക് വരെ മനസ്സിലാക്കി നിങ്ങളുടെ ഇരട്ടത്താപ്പും നിങ്ങളുടെ ഫേവറേഴ്സും എല്ലാം അവർക്ക് തന്നെ മനസ്സിലാക്കി. സോ അവർക്ക് അറിയാം ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോ ഇവരെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളതും ഇവർക്ക് നന്നായിട്ട് അറിയാം. സോ കിട്ടുന്ന അവസരത്തിൽ മാക്സിമം മാർക്കിട്ട് കൊടുക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് നിലവിൽ ആദില നൂറ അനുവിന് ഉള്ളത്. സോ അനു നല്ല തിരിച്ച് അവന്റെ തന്തയ്ക്കും വിളിച്ചിട്ടുണ്ട് അക്ബറിന്റെ. സോ ഇതൊക്കെയാണ് രാവിലെ നമ്മുടെ ലൈവില് നടന്നത്. അതിനുശേഷം പിന്നീട് ഇപ്പൊ ഹൗസ് കുറച്ച് സൈലന്റ് ആണ്. ഇനി മിക്കവാറും ടിക്കറ്റ് ഫിനാലേക്കുള്ള ടാസ്കുകളായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനുമുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.